ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ ടീം UDF എന്ന പേരിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് തൊട്ട് മുമ്പായി ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാനുള്ള പദ്ധതികൾ ഒരു യാത്ര സംഘടിപ്പിച്ച് ജനങ്ങളോട് സംസാരിച്ച് അവരുമായി ആശയവിനിമയം നടത്തിയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ടാണ് അഭൂതപൂർവമായ വിജയമുണ്ടാകുന്നത്. സ്വാഭാവികമായും ആ ടീം UDF എന്ന സ്പിരിറ്റ് ഇന്നേ മിനിറ്റ് വരെ നിലനിർത്തി മുന്നോട്ട് പോകുന്നു എന്നതാണ്. അതിനപ്പുറം അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഭിഹിതമായി മറ്റാരെങ്കിലുടെയും ഇടപെടലുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ച് ഞങ്ങളോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് അവരുടേതായ അഭിപ്രായമുണ്ടാകും. ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം എല്ലാവിധ തീരുമാനങ്ങളും ഒക്കെ കൈക്കൊള്ളുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. അവരെടുത്ത തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഇവർ ചർച്ച ചെയ്യപ്പെട്ട ഓരോ നേതാക്കളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾ ആരും ഒരു അഭിപ്രായ വ്യത്യാസമുള്ളവരായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, VD സതീശൻ ഒരു ജനവികാരം തന്നെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കേരളത്തിൽ കാണുന്ന ആ ആവേശത്തിൻ്റെ അലയടികളാണ് നമുക്ക് ഈ ചർച്ച നിർത്തിവെച്ച് പോലും ചർച്ച ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഇടപെടലോ സാമുദായികമായ ഇടപെടലുകളോ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിലൊരു മെച്ചപ്പെട്ട ഭരണം വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറച്ച ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവർക്കും ആരെയും പരസ്പരം പഴിചാരാതെ അല്ലെങ്കിൽ ആരും പരസ്പരം വാഗ്വാദങ്ങളില്ലാതെ ഈ നാടിനെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ദൗത്യമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റെടുക്കാനുള്ളത്. മുസ്ലിം ലീഗ് എക്കാലത്തും ആ ദൗത്യത്തിന് മുന്നിൽ നിന്നവരാണ്. ഞങ്ങൾ ഈ ഗവൺമെൻറ്റിലും ആ ദൗത്യം നിർവഹിക്കാനാണ് തയ്യാറെടുക്കുന്നത്.